ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സ്മൈൽ വിത്ത് ജോ. അപ്പം മിക്ക വീട്ടമ്മമാരും കുട്ടികളെയൊക്കെ സ്കൂളിലേക്ക് അയച്ച് കുറച്ച് ബോറടിച്ചിരിക്കുന്നുണ്ടാവും. എനിക്കും ഇന്ന് അത്യാവശ്യം കുറച്ച് കൂടുതൽ ബോറടിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള സമയങ്ങളിൽ ഞാൻ ചെയ്യുന്നത് വീടൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കുക, കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പം ഞാൻ എന്നെ തന്നെ ഒന്ന് ബിസി ആക്കി വെക്കാറാണ് പതിവ്. അപ്പം അങ്ങനെ ഈ സമയത്ത് ചെയ്യുന്ന കുറച്ച് ടിപ്സും ട്രിക്സും ഒക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തിരിക്കുന്ന ബെല്ലൈക്കൺ കൂടി അമർത്താനും മറക്കരുത്. അപ്പം നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുകയാണെങ്കിൽ കുട്ടികളുടെ വീട്ടിൽ പ്രത്യേകിച്ച് ഈ ചുമരിലൊക്കെ അവരുടെ കാൽപ്പാടുകൾ കാണാനായിട്ട് പറ്റും, അഴുക്കിങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നത്. അപ്പോൾ അത് പോകാനായിട്ട് ഞാനിവിടെ ചെയ്യുന്നത് നല്ല പുളിച്ച ദോശമാവ് ഇവിടെ ഞാൻ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ പെയിൻ്റ് ഒന്നും ഇളകത്തുമില്ല, മാത്രമല്ല ആ അഴുക്ക് മാത്രമായിട്ട് ഇങ്ങനെ തുടച്ചെടുക്കുന്ന നേരം നല്ല ക്ലീൻ ആയിട്ട് വരും. പിന്നെ പുളിച്ച മാവ് എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് മാവ് നന്നായിട്ട് തന്നെ പുളിച്ചിരിക്കണം. നമ്മൾ ഭക്ഷണം കഴിക്കാൻ എടുക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് നന്നായിട്ട് പുളിച്ചിരിക്കണം, എന്നാൽ മാത്രമേ അഴുക്ക് പെട്ടെന്ന് പോരുള്ളൂ. പിന്നെ അടുത്ത ടിപ്പ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ സിങ്കിൽ ഇപ്പോൾ കുറേ പാത്രങ്ങൾ എടുക്കുന്ന നേരം ഈ ഹോളിലൊക്കെ ആയിട്ട് അഴുക്ക് പറ്റി പിടിച്ചിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അത് ഇളകി വരാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 സ്പൂൺ ബേക്കിംഗ് സോഡയും കൂടാതെ വിനീഗർ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് പതഞ്ഞ് വരുന്നതായിട്ട് കാണാം. ഇനി ഒരു 1 മണിക്കൂർ കഴിഞ്ഞ ശേഷം ഒരു അത്യാവശ്യം ചൂടോടുകൂടി തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെ ചെയ്യുന്ന നേരം മുഴുവൻ അഴുക്കും ഇളകി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ നെക്സ്റ്റ് ടിപ്പ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ പൂജാ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന പ്ലേറ്റ്സ്, വിളക്കുകളെല്ലാം ബ്രാസിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ മങ്ങി വരുന്നതായിട്ട് കാണാം. അപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ അരി കഴുകിയ വെള്ളത്തിൽ ഇത് ഒരു ദിവസം നന്നായിട്ടൊന്ന് മുക്കി വെച്ച ശേഷം കഴുകിയെടുക്കുകയാണെങ്കിൽ ഇതുപോലെ മങ്ങലെല്ലാം മാറി നന്നായി തിളങ്ങി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമ്മുടെ വീട്ടിലുള്ള വാഷ് സ്പേസ് ഇതേപോലെ വാട്ടർ മാർക്കിൻ്റെ കറ അല്ലെങ്കിൽ ഏതെങ്കിലും ഇളകി വരാതെ എന്തെങ്കിലും അഴുക്ക് പറ്റി പിടിച്ചിരിക്കുകയാണെങ്കിൽ എല്ലാം നമ്മൾ ഹാർപ്പിക്ക് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വാഷ് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ പെട്ടെന്ന് നമ്മുടെ വാഷ് സ്പേസ് നമ്മൾ വെട്ടിത്തിളങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി നമ്മുടെ ലാസ്റ്റ് ടിപ്പാണ് ഗ്ലാസ് ക്ലീനർ. ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഇല്ലെങ്കിൽ നമുക്കൊരു ഭസ്മം എടുത്ത് നന്നായിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക വാട്ടറിൽ മുക്കിയ ശേഷം. ഇങ്ങനെ ചെയ്യണമെങ്കിൽ ഗ്ലാസ് പെട്ടെന്ന് ക്ലീനായിട്ട് ആ സ്പോട്ടെല്ലാം മാറി തിളങ്ങി വരുന്നതായിട്ട് കാണാൻ പറ്റും. എന്നിട്ട് ഞാനിവിടെ ഒരു ന്യൂസ് പേപ്പർ കൊണ്ട് തുടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതല്ല, ഇപ്പോൾ നിങ്ങളുടെ വീടുകളിൽ ഈ മൈക്രോ ഫൈബറിൻ്റെ ടവല് ക്ലീനിങ് പർപ്പസിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. കാരണം പെട്ടെന്ന് തന്നെ നമുക്ക് ഗ്ലാസ് ക്ലിയർ ആയിട്ട് കിട്ടും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. മാത്രമല്ല ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.